Hey my angels, എൻ്റെ പേര് ഐശ്വര്യ and welcome to our channel Blush with Ash and welcome to yet another vlog. ഈ വ്ളോഗ് ഇതിപ്പോൾ തീരുന്നൊന്നും എനിക്കറിയില്ല, ബട്ട് സ്റ്റിൽ നമ്മളൊരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യണം. ഇന്നത്തെ വ്ളോഗ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സ്റ്റുഡിയോൻ്റെ കുട്ടി ഒരു മേക്ക് ഓവറാണ്. ബിക്കോസ് നമ്മളുടെ പഴയ ഔട്ട്ഫിറ്റും കാര്യങ്ങളും അല്ലെങ്കിൽ റീൽസൊക്കെ എടുക്കണം ബാക്ക്ഗ്രൗണ്ട് ന്യൂ ഇയർ ആയപ്പോഴത്തേക്കും എനിക്ക് ഒരു ചേഞ്ച് വേണമല്ലോ എന്ന് വെച്ച് ഞാൻ അത് ചേഞ്ച് ചെയ്തു. എല്ലാം നിങ്ങൾക്ക് അറിയണ്ടാവും, പിങ്ക് ബാക്ക്ഗ്രൗണ്ട്. അത് എനിക്കൊന്ന് അപ്ലോഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ചേച്ചി പിങ്ക് ശരിയാവണില്ല, ഭയങ്കര ഡള്ളായി പോണു. അതെനിക്കും ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ ഞാൻ ആക്ച്വലി ഉദ്ദേശിച്ചത് ലൈറ്റ് പിങ്ക് ആണ്. പക്ഷെ ആ സ്റ്റിക്കർ വന്നത് ഭയങ്കര ഡാർക്ക് പിങ്ക് ആയിട്ടാണ് വന്നത്. പിന്നെ അതൊരു കൂൾ പിങ്ക് ആയതുകൊണ്ടിട്ട് ഭയങ്കര ഡള്ളാക്കി. എനിക്ക് തന്നെ ക്യാമറ സെറ്റ് ചെയ്തിട്ട് ലൈറ്റ് തികയുന്നില്ലാത്ത പോലെ തോന്നുന്നു. 2 എക്സ്റ്റേണൽ ലൈറ്റ് ഉണ്ട്, ഒരു ട്യൂബ് ലൈറ്റ് ഉണ്ട്. ലൈറ്റ് ഇടുന്നു, എക്സ്റ്റേണൽ ലൈറ്റ് വെക്കുന്നു, എന്നിട്ട് മൊത്തം ഇരുണ്ടിരിക്കുന്നു. അപ്പോൾ കുറേ എൻ്റെ അടുത്ത് എൻ്റെ ഫ്രണ്ട്സ് തന്നെ വിളിച്ച് പറഞ്ഞു, നിങ്ങൾ കുറേ പേര് കമൻറ്റ് ചെയ്തു. എനിക്കൂടെ ഫസ്റ്റ് നമ്മൾ ചുറ്റാൻ വീഡിയോ ഇട്ടപ്പോൾ തന്നെ കുറേ പേര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്ക്ഗ്രൗണ്ട് ഭയങ്കര ഡള്ളാക്കുന്നുണ്ട്, അയ്യോ ഇത് ചേഞ്ച് ചെയ്യൂ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാൻ ജാനുവരിയിൽ അങ്ങോട്ട് വെച്ചത് കൊണ്ട് എനിക്കങ്ങോട്ട് പെട്ടെന്ന് ചേഞ്ച് ചെയ്യാനുള്ള സാവകാശം കിട്ടിയില്ല. പിന്നെ മാർച്ച് ആയപ്പോഴത്തേക്കും എക്സാംസ് ആയി, അതിൻ്റെ തിരക്കായി. പിന്നെ പിങ്ക് ചേച്ചി വന്നു. അപ്പോൾ എന്തായാലും എൻ്റെ മൈൻഡിലുണ്ടായിരുന്നു കേട്ടോ, ഇത് എന്തായാലും മാറ്റണം എന്നുള്ളൊരു പ്ലാനിലായിരുന്നു ഞാൻ ഇരുന്നത്. ബിക്കോസ് കാണുന്നവർക്ക് ഇൻട്രസ്റ്റ് ഇല്ല, അല്ലെങ്കിൽ കണ്ടിട്ട് അപ്പീലിംഗ് അല്ലെങ്കിൽ പിന്നെ ഞാനത് പിടിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ അത് ഒരു ലോജിക്കും ഇല്ലല്ലോ. ബിക്കോസ് നിങ്ങൾക്കാണ് കാണേണ്ടത്, നിങ്ങളുടെ സജഷൻസ് ആണ് എപ്പോഴും വാല്യൂബിൾ ആയിട്ടുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ ഡിലേ വന്നത് നമ്മളിങ്ങനെ കുറച്ച് പേഴ്സണൽ കാര്യങ്ങൾക്ക് തിരക്കായി പോയതുകൊണ്ടാണ് ഡിലേ വന്നത്. അല്ലെങ്കിൽ ഞാനത് മേലെ എപ്പോൾ തന്നെ മാറ്റിയേനെ. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ എല്ലാവരും ഒക്കെ പോയി എല്ലാ തിരക്കുകളൊക്കെ കഴിഞ്ഞ് വെക്കേഷൻ സമയത്തൊക്കെ ആയപ്പോഴത്തേക്കും ഒന്ന് തിരക്ക് കുറവുണ്ടല്ലോ. അപ്പം അതുകൊണ്ട് ഞങ്ങൾ ഈ വക പരിപാടികൾക്ക് ഇറങ്ങാമെന്ന് വിചാരിച്ചു. ഞാനും കിരണും കൂടി ആദ്യം ഓർത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ പിങ്ക് ബോളൊക്കെ പറിച്ച് കളഞ്ഞ് പെയിന്റ് അടിക്കേണ്ട താമസം മാത്രമേ ഉള്ളൂ, ഭയങ്കര സിമ്പിൾ എന്നാണ് നമ്മൾ വിചാരിച്ചത്. പക്ഷേ അതൊന്നും അല്ലടാ, ഇത് ഇങ്ങനെയൊന്നും അല്ല എന്നുള്ളൊരു അവസ്ഥ നമുക്ക് തുടങ്ങിയപ്പോഴാണ് മനസ്സിലായത്. എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ വീഡിയോ ആഡ് ചെയ്യാം. നമ്മളത് പറിച്ചു കളയുന്നത് വളരെ ഈസി ഉള്ളൊരു ടാസ്ക് ആയിരുന്നു, സിമ്പിളായിരുന്നു. ജസ്റ്റ് എന്നാലും അത്ര സിമ്പിളൊന്നും അല്ലായിരുന്നു, എന്നാലും കുഴപ്പമില്ലായിരുന്നു. പറിച്ചു കളയുന്നത് കുഴപ്പമില്ല, പക്ഷേ അതിൻ്റെ റെസിഡ്യൂ ഭയങ്കര കച്ചറയായിരുന്നു. അതായത് അതൊരു സോഫ്റ്റ് ഫോം പോലത്തെ ഒരു മെറ്റീരിയലാണല്ലോ. അപ്പോൾ അത് പറിക്കുമ്പോൾ അതിൻ്റെ സ്പഞ്ച് പോലത്തെ അതിൻ്റെ ഒരു സംഭവം ഉണ്ടല്ലോ, അത് അതിൻ്റെ അകത്ത് ഒട്ടിപ്പിടിക്കും, മദലിൽ ഒട്ടിപ്പിടിക്കും. എൻ്റെ ഗ്ലൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്കൊന്നും സൂപ്പർ ഗ്ലൂ ഫെവിക്വിക്കൊക്കെ മാറി നിൽക്കുന്നുള്ളൂ. എത്ര പറിച്ചിട്ടും ഈ സാധനം വരുന്നുണ്ടാകുന്നില്ല. അപ്പം നമ്മൾ ഓർത്തു എന്നാൽ പിന്നെ ഇത് സ്ക്രേപ്പ് ചെയ്യാമെന്ന് വിചാരിച്ചു. സ്ക്രേപ്പ് ചെയ്തിട്ട് നമ്മൾ തിന്നർ പോയി വാങ്ങി. തിന്നർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടൊന്നും അത്രയ്ക്ക് അങ്ങോട്ട് സെറ്റ് ആവണം. ഞങ്ങൾ ചുരണ്ടി ഒരു 2-3 മണിക്കൂർ ചുരണ്ടിയിട്ട് ഒരു ചെറിയൊരു ഇന്ത്യയുടെ ഫ്ലാഗിൻ്റെ അത്രയും അത് ചെയ്യാൻ പറ്റുള്ളൂ, അത്ര നമുക്ക് പറ്റുള്ളൂ. പിന്നെ ഞങ്ങൾ ഓർത്തു ശരിയാവത്തില്ല, നമ്മളായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ശരിയാവില്ല എന്ന് വിചാരിച്ചു. അപ്പം നമ്മളത് ഔട്ട്സോഴ്സ് ചെയ്തു. ബിക്കോസ് നമ്മൾ ചെയ്തിട്ടത് കൂട്ടിയാൽ കൂടുതലെന്ന് നമുക്ക് തന്നെ മനസ്സിലായി. ഇപ്പോൾ കണ്ടോ, നമ്മളുടെ സ്റ്റുഡിയോ ഇവിടെ സ്ക്രേപ്പിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മദറിൻ്റെ കണ്ട ഈ സാധനം കണ്ട നമ്മൾ പറിച്ച് കഴിയുമ്പോഴത്തേക്കും അതിൻ്റെ ആ ഒരു റെക്റ്റാങ്കിൾ ഷേപ്പിലുള്ള ഫോമാണ് ഇവിടെ മുഴുവനും സ്റ്റക്കായിട്ടിരിക്കുകയാണ്. അത് പറിച്ചാലൊന്നും വരത്തില്ല കേട്ടോ. അപ്പോൾ നമ്മൾ ഈ വോളിൻ്റെ മേലേന്ന് നമ്മൾ ഒട്ടിച്ചിട്ടുണ്ടായിരുന്നത് കൊണ്ട് കേട്ടോ ഇത് മുഴുവനും നമ്മൾ പെയിൻറ്റ് തിന്നർ വെച്ചിട്ടാണ് നമ്മളല്ല ആ ചേട്ടൻ അത് ഉരച്ചുകൊണ്ടിരിക്കുകയാണ്. അല്ല ഏട്ടാ, എങ്ങനെ ഉണ്ടായിരുന്നു നമ്മളുടെ ഒരു ഒരക്കൽ എക്സ്പീരിയൻസ്? സത്യം നമ്മൾ രണ്ടുപേരും കൂടി ഒരു ഒരക്കലൊക്കെ ഉണങ്ങിയിട്ടുണ്ടല്ലോ. എനിക്കൂടെ നമ്മൾ ജിമ്മിൽ പോണത് കൊണ്ടാണ് നമുക്ക് കൈവേന വന്ന് കിടപ്പാവാത്തത്, അല്ലെങ്കിൽ നമുക്ക് നല്ല പണി കിട്ടിയാനേട്ടോ. നമ്മളൊരു 2 മണിക്കൂർ ഉറച്ചില്ല കേട്ടോ അല്ലേ. നമ്മളൊരു 2 hours തിന്നർ വാങ്ങിച്ചു, സ്ക്രേപ്പ് ചെയ്യണ സാധനങ്ങൾ വാങ്ങിച്ചു. പ്രൊഫഷണൽ രീതിക്ക് നമ്മൾ ഭയങ്കര ഒരക്കലായിരുന്നു. പക്ഷേ അപ്പോൾ ഇതിനോട് പറക്കരുത്, ഇതിനോട് ആദ്യമേ പറഞ്ഞതാ നമുക്കിത് ഓപ്പൺ ക്ലാപ്പിനും അല്ലെങ്കിൽ വേറെ ആൾക്കാരെ കൂടെ ചെയ്യിപ്പിച്ചാൽ പോരെ. നമ്മളില്ല, ഞാൻ ഇതിന് കുറേ റീൽസ് മേക്ക് ഓവർ റീൽസ് കാണാറുണ്ട് കേട്ടോ, അങ്ങനെ ഹോം മേക്ക് ഓവർ, ബാത്റൂം മേക്ക് ഓവർ, സ്റ്റുഡിയോ മേക്ക് ഓവർ. അപ്പോൾ ഞാൻ അവരൊക്കെ വളരെ സിമ്പിളായിട്ട് ചെയ്തില്ല, ഇത് നമ്മൾ ചെയ്യൂടാ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര ഓവർ കോൺഫിഡൻസ് ആയിരുന്നു. പക്ഷേ അവരൊക്കെ അവിടെ തുടങ്ങിക്കഴിഞ്ഞപ്പോൾ ഞാൻ ഓർത്ത് ശരിയാവത്തില്ല. അപ്പം അങ്ങനെ നമ്മളുടെ പരിചയത്തിലുള്ള ഒരു അങ്കിള് വഴി നമുക്കൊരു പെയിൻറ്റർ ചെയ്യുന്ന ആൾക്കാരെ കിട്ടി. അപ്പം എനിക്കറിയില്ല, എനിക്ക് കുറച്ച് കൺഫ്യൂഷനാണ്. അപ്പോൾ പെയിൻറ്റ് എന്താണ് ഏട്ടൻ്റെ അഭിപ്രായം? എന്താണ് പെയിൻറ്റ് കളർ മാറ്റണം എന്നാണോ മാറ്റണ്ടെന്നാണോ, ഈ കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്താൽ മതി എന്നാണോ? എനിക്ക് കളർ മാറ്റണം എന്നുണ്ട്, പക്ഷെ ഞാൻ പാച്ചായി പോകും, പാക്കായി പോകും. അല്ല ഇവിടം വരെ ഒരു കളർ, പിന്നെ ബാക്കി വേറെ കളർ കുഴപ്പമില്ലല്ലേ?
അതാണ് ഞാനപ്പോ ഇത് തന്നെ പറഞ്ഞു. ഞാനും ആദ്യം നമ്മളുടെ ഇപ്പായിട്ട് അടിച്ചേക്കുന്ന ഈ ഒരു കളർ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാന്ന് വെച്ചപ്പോ കിരൺ പറഞ്ഞു നിനക്ക് വീഡിയോയില് മൊത്തം സ്ഥലം കാണുന്നൊന്നുമില്ലല്ലോ, അപ്പൊ നമുക്ക് ഈ ഒരു ബോളിന്റെ ഇവിടം വരെയാണ് കേട്ടോ, ഇവിടം തൊട്ട് ഇവിടം വരെ എല്ലാം പെയിന്റ് ബാക്കിയുള്ളത് മാതിരി അടിക്കാം എന്നാണ് ഇപ്പൊ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. സോ ദാറ്റ് കുറച്ച് വൃത്തിയായിട്ടിരിക്കുന്ന ആണ് എൻ്റെ ഒരു പ്രതീക്ഷ. കണ്ടോ ഈ ചേട്ടൻ ഇവിടെ തകൃതിയായിട്ട് പണിയെടുത്തുകൊണ്ടിരിക്കുക. ശരിക്കും പിന്നെ പെയിൻറ്റ്സ് എന്താ പറയുക സ്ക്രീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ വെറും തിന്നറല്ല പെയിൻറ്റ് തിന്നറാണ് വാങ്ങിക്കേണ്ടത്. അത് ഇവർ പറഞ്ഞപ്പോൾ നമുക്കറിയേണ്ടത് ഇതിപ്പോൾ അതൊഴിച്ചിട്ട് അരച്ചപ്പോഴത്തേക്കും ഈസിലി വലിയ കുഴപ്പമില്ലാണ്ട് പോരുന്നുണ്ട്. പക്ഷേ ഈ സ്വിച്ചിൻ്റെ ഒക്കെ ഇവിടെ കണ്ട ഈ പണ്ടാരൊന്നും വരണം കൂടി ഇല്ലേ, ഇത് മറ്റേ ആ വാൾ സ്റ്റിക്കറിൻ്റെ ആണ് കേട്ടോ. ഈ വാൾ സ്റ്റിക്കർ ഓക്കെ. അപ്പോൾ ഇത് ഭയങ്കര സ്റ്റബേണാണ് ഈ ഒരു ഗ്ലൂ കാരണമാണ് നമുക്ക് ഇത്രയും പണിയെടുക്കേണ്ടി വന്നത്. അയ്യോ യെസ്. അപ്പോൾ ഭയങ്കര ഇരട്ടിപ്പണിയായി. അത് ഒട്ടിക്കുന്നത് ഇത്രയും ഈസി ആയിരുന്നു, പക്ഷെ പറിച്ചു കളയുന്നത് ഏറ്റവും വലിയ ടാസ്കാന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ അവർ പറഞ്ഞത് നമുക്ക് 2 ദിവസത്തെ പണിയുണ്ടെന്നാണ് പറഞ്ഞത്. അതായത് ഇന്ന് ഫുള്ള് സ്ക്രീപ്പ് ചെയ്യും, നാളെ പെയിന്റ് ചെയ്യും. ഇന്ന് സ്ക്രീപ്പ് ചെയ്ത് പൊട്ടിയടിക്കും, നാളെ പെയിന്റ് അടിക്കും. പക്ഷെ എനിക്ക് കുറച്ച് റെഫറൻസ് ഉണ്ട്. ഇപ്പൊ നമുക്ക് ഭയങ്കര ട്രെൻഡിങ് ആയിട്ടുള്ള ബീഡിങ് പാനൽ വർക്ക് ഉണ്ടല്ലോ, അതെനിക്ക് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹമാണ്. അപ്പോൾ നമ്മൾ തന്നെ DIY ചെയ്യാന്നാണ് വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. മെഷർമെന്റ് എടുത്ത് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് അതിന്റെ മേലെ കൂടിയാണ് നമ്മൾ പെയിന്റ് ചെയ്യേണ്ടത്. അതാണ് അതിന്റെ ഒരു പ്രോസസ്സ്. പക്ഷെ ആ ചേട്ടൻ എന്റെ ഫോൺ എടുക്കുന്നില്ല, അതുകൊണ്ട് ഞാൻ ഇപ്പൊ ചേട്ടനെ എന്താ അന്വേഷിക്കാൻ വേണ്ടി പോവാണ്. ഞാൻ സൺഡേ പോയിട്ട് ഓർഡർ കൊടുത്തതാണ്. അവർ ഇന്നലെ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞു. 2 തവണ വിളിച്ചിട്ട് ഒരു പ്രാവശ്യം പറഞ്ഞു 9 o'clock വിളിക്കേണ്ടതല്ലേ, വിളിച്ചില്ലല്ലോ, അതുകൊണ്ട് ഡെലിവറി ചെയ്തില്ല. ഓക്കെ 2 മണിക്ക് വിളിക്കാൻ പറഞ്ഞു. ഞാൻ 2 മണിക്ക് വിളിച്ച് റിവൈൻഡ് ചെയ്തു. 3:30 ആകുമ്പോൾ ഡെലിവറി ചെയ്യാന്ന് പറഞ്ഞിട്ട് ഞാൻ 2-3 പ്രാവശ്യം വിളിച്ചിട്ട് എടുക്കുന്നില്ല ഫോണ്. ഇന്നും എടുക്കുന്നില്ല ഫോണ്. സോ ഞാൻ അവരുടെ കടയിലേക്ക് പോകാൻ വേണ്ടി പോവാണ് ഇപ്പൊ തന്നെ. അതുപോലെ തന്നെ ഞാൻ വേറൊരു സാധനം കാണിച്ചു കേട്ടോ. നമ്മളുടെ ഈ പുതിയ ബാക്ക്ഗ്രൗണ്ടിലേക്ക് ഒരു ഡിക്കോർ പീസ് പോലത്തെ ഒരു വിന്റേജ് ഒരു സാധനം, ഒരു ടേബിൾ പോലെ കോർണർ ടേബിൾ അല്ല, ഒരു ടേബിൾ പോലത്തെ സാധനം എനിക്ക് ഇവിടെ നിന്ന് ഒരു സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ നിന്ന് കിട്ടിയതാണ്. ആക്ച്വലി നമ്മൾ ആ ഒരു ഭാഗത്തേക്ക് അമ്പലത്തിൽ പോയതാണ്. അപ്പൊ ഈ സെക്കൻഡ് ഹാൻഡ് ഷോപ്പിൽ ഈ സാധനം എടുത്ത് വെച്ചേക്കാൻ കണ്ടിട്ട് ഞാൻ പോയി ചെക്ക് ചെയ്തപ്പോഴത്തേക്കും അതായത് ഈ ഒരു റെഡിന്റെ ഇതിന്റെ ഒരു 1/4 സൈസുള്ള റെഡ് ഉണ്ടായിരുന്നു, ഇതും ഉണ്ടായിരുന്നു. പക്ഷെ റെഡിന്റെ സൈഡ് മുഴുവൻ ഡാമേജ് ആണ്, 2 സൈഡ്. പക്ഷെ ഇതിനങ്ങനെ വേറെ ഡാമേജ് ഒന്നും ഇല്ല, എക്സെപ്റ്റ് ഈ പിടി ഉണ്ടല്ലോ, ഈ പിടി ഉണ്ടായിരുന്നില്ല. പിന്നെ മറ്റതിൻ്റെ അന്ന് പറിച്ചിട്ട് ഇതിൽ അവർ ഫിക്സ് ചെയ്ത് തരാണ് ചെയ്തത്. ഇത് രണ്ടും നമുക്ക് ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഒരു ഇച്ചിരി ടൈറ്റ് ആണ് കേട്ടോ. അപ്പൊ ഇത് നമുക്ക് രണ്ടും ഓപ്പൺ ചെയ്യാൻ വേണ്ടി പറ്റും. ഫംഗ്ഷനിങ് ആയിട്ടുള്ള ഒരു നല്ലൊരു പീസാണ്. ആൻഡ് ഐ ഗോട്ട് ദിസ് ഫോർ ജസ്റ്റ് ₹1500. അതാണ് എന്റെ ഹൈലൈറ്റ്. അപ്പൊ ഇതിന് നമുക്ക് പണിയുണ്ട്, ബിക്കോസ് ഇതൊരു പഴയ സാധനമാണല്ലോ. ഇതും തിന്നർ വെച്ചിട്ട് ഇത് നമുക്ക് ഫുള്ള് ക്ലീൻ ചെയ്തതിന് ശേഷം ഇതിന് ഭയങ്കര നല്ലൊരു കളർ കൊടുക്കണം എന്നാണ് എന്റെ പ്ലാൻ. ഒരു സ്റ്റാൻഡ് ഔട്ട് ചെയ്യുന്ന ടൈപ്പ് ഓഫ് ഒരു ഷെയ്ഡാണ് എന്റെ മനസ്സിലുള്ളത്. നിങ്ങൾക്ക് എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ ഇടാം. അപ്പൊ ഇത് നമ്മൾ വാങ്ങിച്ച് സൺഡേ കൊണ്ടുവന്ന് ഇവിടെ വെച്ചേക്കാണ്. പഴുത്തൊന്നും കൊള്ളാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളെടുത്ത് അകത്തേക്ക് വെച്ചേക്കുന്നത്. ഐ തിങ്ക് ഈ ഒരു റെനോവേഷൻ എനിക്ക് കുറച്ചധികം ഹോപ്പുള്ളൊരു റെനോവേഷനാണ്. ഫസ്റ്റ് എനിക്കൊണ്ട് ഈ ഗ്രേന്റെ അടുത്ത് വന്നിട്ട് ഞാൻ കരിഞ്ഞിരിക്കുന്നു. കടാ ലൈറ്റിംഗ് ആൻഡ് ബാക്ക്ഗ്രൗണ്ട് മേക്സ് എ ബിഗ് ഡിഫറൻസ് എന്നാണ് സത്യം. അപ്പോൾ ഈ ഒരു റെനോവേഷൻ ആക്ച്വലി എനിക്ക് കുറച്ചധികം ഹോപ്പ് ഉണ്ട്. ബിക്കോസ് നമ്മൾ ഭയങ്കര പ്രതീക്ഷയായിട്ടാണ് നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പം ചിലപ്പോൾ അത് വർക്കാവും, ചിലപ്പോൾ അത് വർക്കാവില്ല. അപ്പൊ നമ്മുടെ തൊട്ട് ഇപ്പൊ അതായത് പിങ്ക് ബാക്ക്ഗ്രൗണ്ട് വർക്കായില്ല, ബാക്കിയില്ല ബാക്ക്ഗ്രൗണ്ട് വർക്കായിരുന്നു. അത് സാരില്ല, നമ്മൾ ഇങ്ങനെയൊക്കെ ഓരോന്ന് പഠിക്കുന്നത്. അപ്പൊ നമ്മള് ഇതിന് എനിക്ക് കുറച്ച് പ്രതീക്ഷയുണ്ട്. ബീഡിങ് പാനൽസും ഈ ഡെക്കോറും പിന്നെ മൊത്തത്തിൽ പെയിന്റ് കളർ ചേഞ്ചും ഒക്കെ ആയിട്ട് വരുമ്പോഴത്തേക്കും നന്നായിട്ടുണ്ടാവുന്നതാണ് എൻ്റെ ഒരു പ്രതീക്ഷ. ഹോപ്പിംഗ് ഫോർ ദ ബെസ്റ്റ് ടു ഹാപ്പൻ. ബിക്കോസ് ഈ വർഷം ഞാൻ തൊടുമ്പോഴത്തേക്കും എല്ലാം കുറച്ച് ചിലവിലേക്കാണ് പോകുന്നത്. കുറച്ച് എക്സ്ട്രാ ചിലവാകുന്നുണ്ടോ എന്നൊരു സംശയം എല്ലാത്തിലും. അപ്പൊ അത് ഹാപ്പൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട് വളരെ കോൺഷ്യസ് ആയിട്ടാണ് ഞാൻ എല്ലാ കാര്യങ്ങളും ഇപ്പം മുതൽ ചെയ്യാൻ തുടങ്ങിയിരിക്കുന്നത്. ഐ വെരി സ്കേർഡ്, അതാണ് സത്യം. അപ്പോൾ ഞാനിപ്പോൾ എന്താ ചെയ്യാൻ വേണ്ടി പോകണമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ആ ചേട്ടൻ്റെ അടുത്ത് പോയി ചെക്ക് ചെയ്യണം എവിടെ എൻ്റെ ബീഡിങ് പാനൽ. അതുകൊണ്ട് ഡെലിവറി ചെയ്യാൻ വേണ്ടി പറഞ്ഞിട്ട് അവരെൻ്റെ കോൾ എടുക്കുന്നില്ല, അവർക്ക് സ്റ്റോക്കിൽ എന്ന് പറഞ്ഞാൽ പോലെ എന്തിനീ ഫോൺ എടുക്കാണ്ടിരിക്കുന്നത്, എനിക്ക് ഇതുപോലെ കഴിവാറൊന്നുമില്ല. അപ്പോൾ ഞാൻ പണിയാം, നമുക്ക് പോയിട്ട് ചെക്ക് ചെയ്തിട്ട് വരാം. ഞാൻ സെലക്ട് ചെയ്ത ബീഡിംഗ് പാനൽ വന്നിട്ട് W201 30mm ആണ് കേട്ടോ. ഞാൻ ഹാർഡ്വെയർ ഷോപ്പിൽ പോയി ഈ സാധനം വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ. ഇതിൻ്റെ പേരാണ് ബീഡിംഗ് പാനൽ. ഞാൻ കണ്ടോ ഇങ്ങനെയാണ് ഈ സാധനം ഇരിക്കുന്നത്. ഇത് ചില സ്ഥലത്ത് റേറ്റ് കുറവാണ്, ചില സ്ഥലത്ത് റേറ്റ് കൂടുതലാണ്. ഇവരുടെ കയ്യിൽ 8 അടി ഹൈറ്റ് വരുന്നതിന് 300 രൂപയാണ്. അതുകൊണ്ട് 2 എണ്ണം ഞാൻ വാങ്ങിച്ചിട്ടുണ്ടേ. ഓക്കെ, എന്താ സെറ്റാക്കും നമ്മൾ. ഓക്കെ, അപ്പോൾ അതെ ഇത് ഞാൻ പോയി എടുത്തിട്ട് വന്നു. അവർക്ക് എന്താ ഡെലിവറി ചെയ്യുന്ന ആളില്ലാത്തതുകൊണ്ട് അവരുടെ സൈഡിൽ നിന്ന് ഡിലേ ആയിരുന്നു.
ഞാൻ പോയി എടുത്തിട്ട് വന്നു. അപ്പോൾ അതവിടെ ഇരിപ്പുണ്ട്. ഇത് നമ്മളിനി മെഷർ ചെയ്ത് കട്ട് ചെയ്തിട്ടൊക്കെ വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. ഇതൊരു പരീക്ഷണമാണ് കേട്ടോ. ഈ ബീഡിങ് പാനൽ വെച്ചിട്ടുള്ള പരിപാടി ഇറ്റ്സ് പ്യോർലി പരീക്ഷണം. ഐ എം ലിറ്റിൽ സ്കെയർഡ്, ബട്ട് നമ്മളിങ്ങനെയൊക്കെയാണല്ലോ പഠിക്കുന്നത്. അപ്പോൾ ബീഡിങ് പാനൽ ആക്ച്വലി ഭയങ്കര ട്രെൻഡിങ് ആണല്ലോ ഇപ്പോൾ. അപ്പോൾ എനിക്കത് ചെയ്യണമെന്ന് ഭയങ്കര ആഗ്രഹം. ഒരു റീവാമ്പ് ലുക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാനിത് കഷ്ടപ്പെടുന്നത്. ഇത് ശരിയാവും. ഇപ്പോൾ ഇത് 2 600 കൊടുത്തു. ഇനി ഇത് നമ്മൾ ഇന്ന് ചെയ്യത്തില്ല. ഇത് മുഴുവനും ഇത് സ്ക്രേപ്പ് ചെയ്ത് കളഞ്ഞ് പട്ടി അടിച്ചതിന് ശേഷം മെഷർ ചെയ്യും. ഇത് എങ്ങനെയാണ്, ഇത് എങ്ങനെ പ്ലേസ് ചെയ്യണം, എന്തോരം മെഷർമെന്റ് വേണം. മെഷർമെന്റ്സ് ഒക്കെ നമുക്ക് പിൻട്രസ്റ്റിലൊക്കെ അവൈലബിൾ ആണ്. ഞാൻ പിൻട്രസ്റ്റിലാണ് എടുത്തത്. ഞാൻ എൻ്റെ റെഫറൻസ് കാണിച്ചു തരാം. അപ്പോൾ അതൊക്കെ പിൻട്രസ്റ്റിൽ അവൈലബിൾ ആണ്. മെഷർമെന്റ്സ് എത്ര സെന്റിമീറ്റർ, എത്ര ഇഞ്ച് എന്നൊക്കെ ഉള്ളത്. അപ്പോൾ അതനുസരിച്ച് നമുക്ക് കട്ട് ചെയ്തിട്ട് ഒട്ടിച്ചിട്ട് വേണം പെയിന്റ് അടിക്കാൻ. ഓക്കെ, ഹോപ്പ് എല്ലാം നന്നായിട്ട് വരുമെന്നുള്ളത്. അപ്പോൾ എനിക്ക് വയ്യ. വിശ്രമ വേളകൾ ആനന്ദകരമാക്കാൻ വേണ്ടി കണ്ടപ്പോൾ നമുക്ക് ജ്യൂസൊക്കെ വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം മീൻ വയൽ ഈ ചേട്ടൻ ഇവിടെ പട്ടിയോ അടിച്ചുകൊണ്ടിരിക്കുകയാണ് ഇവിടെ. എനിക്ക് ഈ പെയിന്റ് ബ്രഷ് വെച്ചിട്ട് പെയിന്റ് അടിക്കാൻ ഭയങ്കര ആഗ്രഹമായിരുന്നു കേട്ടോ. അങ്ങനത്തെ പ്രതീക്ഷയിലാണ് ഞാൻ നമുക്ക് തന്നെ പെയിന്റ് അടിക്കാന്നൊക്കെ പറഞ്ഞത്. ഹാർഡ്വെയർ ഷോപ്പിൽ പോയിട്ട് ഞാൻ ആ പെയിന്റ് ബ്രഷ് വാങ്ങിച്ചാലോ എന്ന് വരെ ആലോചിച്ച് കണ്ടു. അയ്യോ, എനിക്ക് അത്ര ഇഷ്ടം. ഫസ്റ്റ് കോട്ട് പുട്ടി അടിച്ചു കഴിഞ്ഞിരിക്കുകയാണ് കണ്ടാ. ഇനി ഇത് നമ്മൾ 2-3 മണിക്കൂറത്തേക്ക് ഉണങ്ങാൻ വിട്ടിട്ട് വേണം രണ്ടാമത്തെ കോട്ട് അടിക്കാൻ. മനസ്സിലായി? ഇപ്പൊ ഇത്തണ്ട ഈ സെക്ഷൻ, ഈ വോളും അത്രേ ഉള്ളൂ. ആ പണി കഴിഞ്ഞു. പിന്നെ ബാക്കി സാധനം എന്ത് ചെയ്യുന്നു പുള്ളി ചോദിക്കണായിരുന്നു. നമുക്ക് വേറെ വോൾസ് ഒന്നും ഇല്ല. ബാക്കിയെല്ലാം നമ്മൾ നന്നായിട്ട് മെയിൻറ്റെയിൻ ചെയ്തേക്കൊണ്ട് നമുക്ക് വേറെ അതിൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല. സോ പുള്ളി ചെക്ക് ചെയ്യാണ് ഇതൊക്കെ എന്താ ചെയ്യേണ്ടതെന്ന്. ഇവിടെ ഫസ്റ്റ് കോട്ട് അടിച്ച് കഴിഞ്ഞിട്ട് നമ്മളിവിടെ പെയിൻറ്റിൻ്റെ കളർ സെലക്ട് ചെയ്യണം കേട്ടോ. ഇതിവിടുത്തെ ഒരു പെയിൻറ്റ് ഷോപ്പിൽ പോയിട്ട് എടുത്തിട്ട് വന്നതാണ്. അതിൻ്റെ വാവ പകുതി കീറി കളഞ്ഞു. സോറി ഗൈസ്, ഒന്നും ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെ നമ്മുടെ ഡേ 1 പരിപാടി കഴിഞ്ഞിരിക്കുകയാണ്. ഒരു കോട്ട് പുട്ടി മാത്രം മതി എന്നാണ് പറഞ്ഞത്. ഇതിപ്പോൾ ഇനിയിപ്പോൾ ഉണങ്ങിയിട്ട് അവർ നാളെ രാവിലെ പെയിന്റ് അടിക്കാൻ വേണ്ടി വരും. അവർക്ക് 2 മണിക്കൂറിനുള്ളിൽ വേണമെങ്കിൽ ഒന്ന് പെയിന്റ് അടിക്കാമെന്നല്ല കേട്ടോ. അവർ 2 ദിവസത്തെ പണിയാക്കാൻ വേണ്ടിയിട്ട് ചെയ്തതാന്ന് തോന്നുന്നു. ബിക്കോസ് ഇത് 2-3 മണിക്കൂർ എടുക്കുള്ളൂ ആക്കി ഉണങ്ങാൻ വേണ്ടിയിട്ടല്ലേ. കണ്ടില്ലേ. പിന്നെ ഈ ടേബിൾ ഞാൻ ഉരയ്ക്കാൻ വേണ്ടി തുടങ്ങിയിട്ടുണ്ട്. ഇത് ഉരച്ച് തുടങ്ങിയിട്ടുള്ളൂ. എന്തായാലും 1:30 അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം. അപ്പോൾ ഞങ്ങൾ പോയിട്ട് ഇതിൻ്റെ ഡ്രോ ഞാൻ ഓരി വെച്ചേക്കാണ്. ഇതിന് ഞാൻ ഉച്ചയ്ക്ക് ഊണൊക്കെ കഴിഞ്ഞ് വന്ന് വൈകുന്നേരത്തൊക്കെ ആകുമ്പോൾ ഇത് ആയിരുന്നു ഉരയ്ക്കും. ഇങ്ങനെയാണ് നമ്മളൊരു പരിപാടി. അപ്പോൾ ഞങ്ങൾ ഇനി തൽക്കാലത്തേക്ക് വീട്ടിൽ പോവാണ്. 1:30 കഴിഞ്ഞില്ല. അപ്പോൾ അയാളും പോയി. ഇനി പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ലെറ്റ്സ് ഗോ. ഹലോ, ഗുഡ് ഈവനിങ് എവ്രിബഡി. നമ്മളങ്ങനെ ഒരു വൈകുന്നേരം 5:45 വീണ്ടും വന്നു. ഞാൻ കുളിച്ചൊന്നുമില്ല കേട്ടോ രാവിലെ. ഈ പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ കുളിക്കുള്ളൂ. അപ്പോൾ 5:45 നമ്മൾ വീണ്ടും വന്നേക്കുവാണ്. നമ്മളുടെ ബീഡിങ് പാനൽ ഫിക്സ് ചെയ്യാൻ വേണ്ടി, അതിൻ്റെ മെഷർമെൻറ്റ് എടുക്കാൻ, കട്ട് ചെയ്യാൻ, അങ്ങനത്തെ കുറച്ച് പരിപാടികൾക്കായിട്ട് നമ്മൾ വന്നേക്കാണ്. എൻ്റെ ഓൾസോ കുറച്ച് നേരം കഴിയുമ്പോഴത്തേക്കും ആ പെയിൻറ്റർ ചേട്ടൻ വരുമായിരിക്കും എന്ന് നനയ്ക്കുന്നു. എന്തിനാ, പെയിൻറ്റ് ഉണങ്ങിയോ ഇല്ലെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അല്ല കണ്ടപ്പോ യെസ്. അപ്പം നമ്മൾ സ്റ്റുഡിയോയിലേക്ക് കയറും. നമ്മൾ ഈ ബീഡിങ് പാനൽസ് വെക്കാനുള്ള മെഷർമെൻറ്റ് എടുത്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. നമ്മൾ റെഫറൻസ് എടുക്കണം. ഞാൻ റെഫറൻസ് ഫോട്ടോവും വീഡിയോസും ആഡ് ചെയ്യാം. അതിൻ്റെ അകത്ത് കാണുന്ന മാതിരി ഒന്നും എടുക്കാൻ പറ്റില്ല. ബിക്കോസ് നമ്മളുടെ വലിയ കുഞ്ഞു മതിലാണ്. അത്രയും സ്പേസ് ഒന്നും ഇല്ലല്ലോ. ഇത്രയേ ഉള്ളൂ. കണ്ട കിരൺ നിന്ന് കഴിയുമ്പോഴത്തേക്ക് ആ മതിൽ വലിയോ. അപ്പോൾ അത്രയും ചെറിയ മതിലാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ കസ്റ്റമൈസ് ചെയ്തെടുക്കുന്ന ഒരു മെഷർമെന്റ് റെക്ടാങ്കിൾസ് ആണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം എൻ്റെ പ്ലാൻ വന്നിട്ട് 2 റെക്ടാങ്കിൾ ഇവിടെ, താഴത്ത് കിടക്കുന്ന റെക്ടാങ്കിൾ വേറെ. അപ്പം ഇതാണ് നമ്മളുടെ പ്ലാന്. നമുക്ക് മെഷർമെന്റ് എടുക്കാം. കണവരോട് പഠിപ്പരയിലാണ്. എന്ത് പറ്റുന്ന വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഈ ബീഡിങ് പാനിൽ 2 വാങ്ങിച്ചത്. 2 പോരാ, ഒരു 3 വേണ്ടേ. 2 മതിയോ? മതിയാണല്ലേ. ഒരു 2 കൂടെ നമുക്ക് എക്സ്ട്രാ വേണം. നമ്മുടെ മെഷർമെന്റ് അനുസരിച്ച് നമുക്ക് ഇനി ഒരു 2-3 ഈ സാധനം കൂടി വേണ്ടി വരും. ഇത് തൽക്കാലം നമ്മളിത് ഓടിച്ചു വെച്ചിട്ട് നമ്മൾ വാങ്ങിക്കാൻ വേണ്ടി പോകണം. നമുക്ക് അടുത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ കടയിൽ പോയപ്പോൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു ഞാൻ ഇനിയും വേണം എന്ന് പറഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല എന്ന് വെച്ചപ്പോഴത്തേക്കാണ് ഉണ്ടാവും എന്ന് പറഞ്ഞ്. സോ നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ട് വേഗം തന്നെ വാങ്ങാൻ വേണ്ടി പോകട്ടോ. നമ്മൾ സാധനം വാങ്ങാൻ വന്നപ്പോഴത്തേക്കും എൻ്റെ കണ്ണപ്പനെ വിശന്ന്. ഞാൻ പറഞ്ഞു പണി തീർക്കേണ്ടത് അതിൻ്റെ ചായം കടിയൊന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. അല്ലട്ടോ, 2 സാധനം മുറിച്ചപ്പോൾ തന്നെ വിശന്ന് പണിക്കാർക്ക്.
അപ്പോൾ ഞങ്ങൾ ഞാൻ വീട്ടിൽ നിന്ന് ചായ കുടിച്ചതായിട്ട് ചായ കുടിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എന്തായാലും പുറത്തിറങ്ങിയ സ്ഥിതിക്ക് നമ്മൾ ചായ കുടിക്കാമല്ലോ എന്ന് ചോദിച്ച് അപ്പോൾ നമ്മൾ സാധനം വാങ്ങിക്കാൻ വേണ്ടി പോയ കടയിൽ നിന്ന് ആ ചേട്ടൻ കൂടുതൽ പെയിൻറ്റുകൾ നമുക്ക് തന്നിരിക്കുകയാണ്. ഇപ്പം നമ്മൾ കൂടുതലധികം കൺഫ്യൂസ്ഡ് ആയി എന്നുള്ളതാണ് സത്യം. കുറച്ച് കളർ എന്നപ്പോഴത്തേക്കും കുഴപ്പമില്ല. അപ്പോൾ പല ബ്രാൻഡ്സിൻ്റെ പല കളേഴ്സ് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടോ. നോക്കാം, ലെറ്റ്സ് സീ. ടീ ബ്രേക്ക് കഴിഞ്ഞ് നമ്മൾ സ്റ്റുഡിയോയിലേക്ക് തിരിച്ച് വന്നിട്ട് വീണ്ടും കട്ടിംഗ് പരിപാടികൾ തുടങ്ങി. നമ്മൾ 3 എക്സ്ട്രാ പാനൽസും കൂടിയാണ് വാങ്ങിയിട്ടുണ്ടായിരുന്നത്. ഇപ്പം നമ്മൾ ചെയ്യുന്നത് റെക്റ്റാങ്കിൾസിൻ്റെ ലെങ്ത്തും ബ്രെത്തും കട്ട് ചെയ്യുകയാണ്. കിരണാണ് വെട്ടി സ്റ്റാർട്ട് ചെയ്തത്. പക്ഷേ എനിക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടൊന്നും നിൽക്കാൻ പറ്റത്തില്ല. എനിക്കിങ്ങനെ ഞാൻ കുറച്ച് റെസ്റ്റ്ലെസ്സും ഹൈപ്പർ ആക്റ്റീവും ആയതുകൊണ്ട് എനിക്ക് ഇങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ സ്വന്തമായിട്ട് ചെയ്യണം എന്നുള്ളൊരു പ്രാന്തൊക്കെ ഉണ്ട്. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തോളാം, എനിക്കറിയാം ചെയ്യാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ കട്ട് ചെയ്യാൻ വേണ്ടി തുടങ്ങി കേട്ടോ. ദാറ്റ് മേക്സ് മീ ഹാപ്പി, അതാണ് സത്യം. അപ്പോൾ അതിൻ്റെ കൂടെ ഞാൻ ഇങ്ങനെ ആശാരിമാരെ പോലെ ചെവിയിൽ പെൻസിലൊക്കെ വെച്ചിട്ട് ഐ വാസ് റിയലി എൻജോയിങ് ഇറ്റ്. എനിക്ക് അത്ര വളരെ ഈസിയൊന്നും എന്ന് പറയുന്നില്ല, കട്ടിങ് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടാണല്ലോ, ബട്ട് സ്റ്റിൽ ഐ വാസ് റിയലി എൻജോയിങ് ദ പ്രോസസ്സ്. അതുകൊണ്ട് തന്നെ ഞാൻ അതിൻ്റെ അകത്ത് ഫുള്ളും മനസ്സിലായി ഇങ്ങനെ ഇരിക്കുകയായിരുന്നു. അങ്ങനെ നമ്മൾ മെഷർമെൻറ്റ്സ് നിങ്ങളുടെ വാൾ അനുസരിച്ച് നിങ്ങൾക്ക് ചെയ്യാമെന്നുള്ളതേ ഉള്ളൂ. സൈഡിൽ എത്ര സെൻറ്റിമീറ്റേഴ്സ് അല്ലെങ്കിൽ ഇഞ്ചസ് വിട്ടതിന് ശേഷം നമ്മൾ എന്തോരം എന്താ പറയുക എത്ര റെക്റ്റാങ്കിൾസ് നമ്മൾ ആഡ് ചെയ്യുന്നു, താഴത്തെ എത്ര പാനൽസ് ആഡ് ചെയ്യുന്നു, അതൊക്കെ നമ്മൾ മെഷർ ചെയ്തെടുക്കാം. ഞാൻ വേണമെങ്കിൽ ഒരു പിൻട്രസ്റ്റ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം. നിങ്ങളത് ചെക്ക് ചെയ്ത് നോക്കുക. സോ ദാറ്റ് യു വിൽ ഗെറ്റ് എ ഐഡിയ. ഞങ്ങൾ ആ ഐഡിയ വെച്ചിട്ടാണ് നമ്മൾ ഇത് ചെയ്തത്. ഇപ്പം നിങ്ങൾ ചെയ്യാൻ പ്ലാൻ ഉണ്ടെങ്കിൽ കേട്ടോ. പിന്നെ നമ്മളിത് ഗ്ലൂ ചെയ്തിട്ട് നമ്മൾ ഒട്ടിക്കുകയാണ് ചെയ്തത്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഐഫോണിൽ മെഷർ എന്ന് പറഞ്ഞൊരു ആപ്പുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ലെവലാണോ ഇല്ലെന്ന് അറിയാൻ പറ്റും. അതായത് ഇപ്പോൾ നമ്മൾ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇത് ലെവൽ ചെയ്യണമെങ്കിൽ കറക്റ്റ് ചെറിയ ഒരു വളവൊക്കെ വരില്ലേ, അപ്പോൾ വളവ് വരാതിരിക്കാൻ വേണ്ടി ആ ആപ്പ് ഉപയോഗിച്ച് നമ്മൾ വരച്ച് നോക്കുമ്പോൾ നമുക്ക് കാണിച്ചു തരും കറക്റ്റ് ലെവലായോ ഇല്ലെന്നുള്ളത്. അപ്പോൾ നമ്മളത് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ മെഷർ ആപ്പ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ താഴത്തുള്ള ലെവൽസൊക്കെ കറക്റ്റ് ആയോ എന്ന് നമ്മൾ ചെക്ക് ചെയ്തത്. അല്ലെങ്കിൽ ചെറിയൊരു വളവ് വരില്ലേ. പിന്നെ നമ്മൾ വീണ്ടും ഗ്ലൂ ചെയ്യുന്നു, പിന്നെ നമ്മൾ വീണ്ടും ഒട്ടിക്കുന്നു. ഭയങ്കര വലിയ ടാസ്ക് ഒന്നും ആയിരുന്നില്ല. എനിക്കിഷ്ടപ്പെട്ടു ഈ പരിപാടി. കുറച്ച് ടയറിങ് ആയിരുന്നു, ബിക്കോസ് മെഷർമെൻറ്റ് എങ്ങനെ തട്ടിപ്പോയി കഴിഞ്ഞ് പിന്നെ കുളമാവില്ലേ. നമ്മൾ ഒരു റെക്റ്റാങ്കിൾ ഒട്ടിച്ചിട്ടോ തേച്ച് കൊടുത്തുകൊണ്ടിരിക്കുക. ഈ ഒരു ഗ്ലൂ ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. പ്രോബോണ്ട് എഡ്ജ് ലുക്ക് ഇതാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഒരെണ്ണം ഇനി ഇതുപോലെ തന്നെ സൈഡിലൊരെണ്ണം കൂടി വരും, ആൻഡ് താഴത്തെ ഒരെണ്ണം കൂടി വരും. അതിൻ്റെ പണിയാണ് ഇപ്പോൾ. നമ്മളിപ്പോൾ ഈ 2 റെക്റ്റാങ്കിൾസും വെച്ച് കഴിഞ്ഞു. ഇനി അടിയിലുള്ള ഒരൊറ്റ റെക്റ്റാങ്കിളോട് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ പണി ഓൾമോസ്റ്റ് തീരും കേട്ടോ. ഇനി നാളെ വന്നിട്ട് അവർ പെയിന്റ് അടിക്കും. ഇപ്പോൾ ഇവിടെ നിന്നിട്ടാണ് നമ്മളത് കണ്ടോ, കറക്റ്റ് റെക്റ്റാങ്കിൾസ് ആണ്. ഭയങ്കര മെഷർമെന്റ്സിന്റെ കാര്യങ്ങളൊക്കെ ആയിരുന്നു ഇവിടെ. സത്യം പറഞ്ഞാൽ വിശന്നിട്ട് കേട്ടോ, നല്ല പണി. ദേഹം അല്ലെങ്കിൽ പണിയെടുക്കുമ്പോൾ നല്ല വിശപ്പെട്ടാവുന്നിരിക്കുമ്പോൾ നന്നായിട്ട് മനസ്സിലായി, അല്ലെങ്കിൽ നല്ല വിശപ്പാണ്. അപ്പം എന്തായാലും ഇത് വേഗം ഒട്ടിച്ചിട്ട് വേണം നമുക്ക് പോകാൻ. സോ നമ്മൾ വേഗം പണി തീർക്കട്ടെ. അങ്ങനെ നമ്മൾ ലാസ്റ്റത്തെ പാനലും വെച്ച് കഴിഞ്ഞിരിക്കുകയാണ്. കടപ്പൊന്ന് എനിക്ക് മാറാവോ പ്ലീസ്? താങ്ക് യു. ചെയറും കൂടി ഒന്ന് മാറ്റണേ. ഞങ്ങളുടെ രണ്ടുപേരും കൂടെ ചെയ്യുന്ന ആദ്യത്തെ പ്രോജക്റ്റ് ആണ് കേട്ടോ ഇത്. നമ്മൾ ഇങ്ങനത്തെ വലിയ കണക്കുകളൊന്നും ചെയ്തിട്ടില്ലല്ലോ ഏട്ടാ. അതിൻ്റെ തന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതായത് ഫോർ എക്സാമ്പിൾ കുരുവി കണ്ടോ ഇങ്ങനത്തെ ചെറിയ ഗ്യാപ്സ് വന്നിട്ടുണ്ട്. അതെന്താ നമുക്കറിയില്ല. അപ്പം നമ്മൾ നാളെ ഇച്ചിരി മറ്റേ വൈറ്റ് പൊട്ടി വെച്ചിട്ട് അങ്ങനത്തെ ക്ലോസ് ചെയ്യാന്നാണ് പറഞ്ഞോണ്ടിരിക്കുന്നത്. അത് എല്ലായിടത്തും ഉണ്ട്. അതെന്താണെന്ന് നമുക്കറിയില്ല. നമ്മൾ ആദ്യമായിട്ട് ഇങ്ങനത്തെ ഒരു പരിപാടി ചെയ്യണോണ്ട് വലിയ പിടുത്തമില്ല അത് എന്തുകൊണ്ടാണ് അങ്ങനെ വരണമെന്നുള്ളത്. ബട്ട് സ്റ്റിൽ ഇറ്റ്സ് സോ സാറ്റിസ്ഫൈങ്. ഇവിടെ മതിലൊരു വിദ്യമാതിരി തോന്നുന്നുണ്ടല്ലേ അല്ലേ? ആ വീതി വെച്ച മാതിരി തോന്നുന്നുണ്ടല്ലേ? ആ പാറ്റേണിന്റെ ഇരിക്കുന്നോണം അല്ലേ? നല്ല വീതിയുള്ള മാതിരി തോന്നുന്നുണ്ട്. യെസ്. ഇനി നമ്മളുടെ പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ വാരിക്കെട്ടി പോവുകയാണ്. ബിക്കോസ് ഇത് ഇനിയിപ്പോൾ ഉണങ്ങാന്നല്ലാണ്ട് നമുക്ക് ഇനി പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ല. ഇന്ന് നമ്മളിപ്പോൾ ഫുഡ് കഴിച്ച് നമ്മൾ വീട്ടിൽ പോകണം. ബിക്കോസ് ഞാൻ അങ്ങനെ വലിയ കാര്യത്തിന് രാത്രി ഒന്നും കഴിക്കാറില്ല. ലൈറ്റ് ആയിട്ടുള്ള ഫുഡ് അല്ലെങ്കിൽ ജ്യൂസസ് എന്തെങ്കിലും കുടിക്കുന്നത്. പക്ഷേ നല്ല വിശക്കുണ്ട്. അതുകൊണ്ട് നമുക്ക് അങ്ങനെ രാത്രിത്തേക്ക് ചോറിടാറില്ല. ഏട്ടനും സ്മൂത്തി. പക്ഷെ നമ്മളിന്ന് തടി അല്ലെങ്കിൽ പണിയെടുത്തത് കൊണ്ട് നമുക്ക് ഭയങ്കര ക്ഷീണം. അപ്പോൾ നമ്മളെന്തെങ്കിലും കഴിച്ചിട്ടാണ് പോകാൻ വേണ്ടി പോകുന്നത്. ഓൾസോ നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും ആ ചേട്ടൻ പെയിന്റ് അടിക്കാൻ വേണ്ടി വരും. അപ്പോൾ അവരുടെ അടുത്ത് നമുക്ക് ഈ കുട്ടി ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണ കാര്യം കൂടി ഒന്ന് പറയാനുണ്ട്. അപ്പോൾ അവരിനി നാളെ എത്ര മണിക്ക് വരും എന്നുള്ളത് അന്വേഷിച്ചിട്ട് നമുക്ക് വീട്ടിൽ പോകാം. സോ നമ്മൾ ഇന്നത്തെ ഡേ 1 ഇവിടെ വൈൻഡ് അപ്പ് ചെയ്യണം. ബിക്കോസ് വി ഡിഡ് എ ലോട്ട് ടുഡേ. സോ ടയേർഡ്. കഴിച്ചിട്ട് വേണം കുളിച്ചിട്ട് വേണം കിടക്കാൻ. ഓക്കെ. അപ്പോൾ ഞങ്ങൾ ഇന്ന് ഡേ 1 വൈൻഡ് അപ്പ് ചെയ്യണം. നമുക്ക് നാളെ കാണാം. ബൈ. അപ്പോൾ ഡേ 2ലേക്ക് സ്വാഗതം. സോ നമ്മളുടെ പെയിൻറ്റർ ചേട്ടൻ വന്നിട്ട് പണിയൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. പുള്ളി ഇതെന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒന്ന് ലെവൽ ചെയ്യാണ് ചെയ്തത്. നമ്മൾ ഇപ്പോൾ അവർ ചെയ്തിട്ട് പോയതല്ലോ. നമ്മൾ വന്നു കഴിഞ്ഞപ്പോൾ നമ്മൾ കുറേ പരിപാടികളൊക്കെ ചെയ്തല്ലോ അതിൻ്റെ ഇടയിൽ. അപ്പോൾ പുള്ളി അതൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്തു. ആൻഡ് ഒരു ഗ്യാപ്പ് പോലെ ഉണ്ടെന്ന് പറഞ്ഞില്ലേ, അതവർ ഫസ്റ്റ് കോട്ട് പെയിൻറ്റ് അടിച്ചതിന് ശേഷം അത് പുട്ടി വെച്ച് ഫിക്സ് ചെയ്തു. ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അത് ഭയങ്കര സീംലെസ് ആയിട്ടോ. ഇപ്പോൾ പുള്ളി ആദ്യം ചെക്ക് ചെയ്തൊന്ന് അവർ പുട്ടി അടിച്ച സാധനം ഒന്ന് ലെവൽ ചെയ്തതിന് ശേഷമാണ് എന്താ പറയുക
പെയിൻ്റ് അടിച്ച് തുടങ്ങുന്നത്. ഭയങ്കര പൊടിയായി, സ്റ്റുഡിയോ ഫുൾ പൊടിയായി. അവരെന്തോ പോളിഷ് ചെയ്യുന്നതാണ്, ഞാനത് കണ്ടില്ല, ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. അപ്പോൾ ഇത് കിരൺ എടുത്ത വീഡിയോ ആണ്. അപ്പോൾ നമ്മൾ അടിച്ച പെയിൻറ്റിൻ്റെ ഡീറ്റെയിൽസൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം ഏതാ ഉള്ളതെന്നുള്ളത്. നമ്മൾ പ്രീമിയം പെയിൻ്റാണ് അടിച്ചത്. അപ്പോൾ പുള്ളി ഫസ്റ്റ് കോട്ടാണ് അടിച്ചുകൊണ്ടിരിക്കുന്നത്. ആക്ച്വലി പുള്ളി ഫസ്റ്റ് കോട്ട് അടിച്ചതിന് ശേഷമാണ് ഈ റെക്റ്റാങ്കിൾസിൻ്റെ ജോയിൻറ്റിൽ പുട്ടി വെച്ചിട്ട് ഫിക്സ് ചെയ്തിട്ട്. പക്ഷെ അതൊട്ടും അറിയത്തില്ല. ഞാൻ ഓർത്തതൊക്കെ ആദ്യമേ ചെയ്തിട്ട് പെയിൻ്റ് അടിച്ചാൽ പോലെ എന്നൊക്കെ പറഞ്ഞിട്ട് പറഞ്ഞില്ല, ഞാൻ ഓർത്തായിരുന്നു. പക്ഷേ അതിൻ്റെ ആവശ്യം വന്നില്ല. കണ്ടോ, ഫസ്റ്റ് കോട്ട് അടിച്ച് അതൊന്ന് ഉണങ്ങിയതിന് ശേഷം സെക്കൻഡ് കോട്ട് അടിക്കണതിന് മുന്നേ പുള്ളി അത് വെച്ചിട്ടൊന്ന് ഫിക്സ് ചെയ്യുന്നുണ്ടോ. ഭയങ്കര സീംലെസ് ആയിട്ടോ. നമ്മൾ നേരത്തെ കണ്ട പോലെ ആ ഒരു ഗ്യാപ്പും അറിയില്ല, അങ്ങനത്തെ ഒരു ഗ്യാപ്പ് ഉണ്ടെന്ന് തോന്നത്തുമില്ല. അപ്പം അവർക്ക് പിന്നെ അറിയാമല്ലോ, അവരുടെ പണിയാണല്ലോ. നമുക്കാണല്ലോ ഇങ്ങനത്തെ കുറേ ഡൗട്ടും കാര്യങ്ങളൊക്കെ വരുന്നത്. അപ്പോൾ അങ്ങനെ ഇതാണ് ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് കഴിഞ്ഞതിന് ശേഷം ഇതിൻ്റെ മേലെ കൂടി നമ്മൾ ആദ്യം ഒരു കോട്ട് പെയിൻറ്റ് അടിച്ചാൽ മതി എന്നാണ് ഡിസൈഡ് ചെയ്തത്. പക്ഷേ നമ്മൾ സെലക്ട് ചെയ്ത കളറിൻ്റെ ഒരു ഭംഗിക്ക് വേണ്ടി നമ്മൾ സെക്കൻഡ് കോട്ടും കൂടി അടിക്കാമെന്ന് നമ്മൾ ഡിസൈഡ് ചെയ്യുകയായിരുന്നു കേട്ടോ. ഹലോ, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു ഡേ 2. ഡേ 2 തുടങ്ങിയിട്ട് ആക്ച്വലി കുറച്ച് നേരമായിട്ടോ. ഞാനിപ്പോൾ ആണ് വ്ളോഗ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് ചെയ്തത്. തൊട്ട് അപ്പുറത്തെ ബിൽഡിങ്ങിലും അവിടെയും എന്തൊക്കെയോ പണികൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ സംസാരിക്കുമ്പോൾ ഭയങ്കര ഡിസ്റ്റർബൻസ് ആണെന്ന് എനിക്കറിയാം. പക്ഷേ ആ ഡിസ്റ്റർബൻസ് ഒന്ന് തീർന്നിട്ട് തുടങ്ങാമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് തീരുന്നില്ല. അത് അവിടെ ഓൺഗോയിങ് പ്രോസസ്സാണ്. അപ്പോൾ ഡേ 2 നമ്മളുടെ വർക്ക് കാര്യമായിട്ട് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഫസ്റ്റ് കോട്ട് ഓഫ് പെയിൻറ്റ് കഴിഞ്ഞു. ഞാൻ കുറച്ച് നേരം കഴിഞ്ഞിട്ടാണ് വന്നത്. ബിക്കോസ് അമ്മയ്ക്ക് രാവിലെ എത്തുമ്പോഴത്തേക്കും ഉണ്ണിക്കുട്ടിക്ക് ഇന്നലെ രാത്രി കുറച്ച് പനി ഉണ്ടായിരുന്നു. പെട്ടെന്ന് പനി വന്നതാണ്, എന്താണെന്നറിയില്ല. അപ്പോൾ അമ്മ അവൻ്റെ കൂടെ രാത്രി അവൻ്റെ കൂടെ അവരുടെ കൂടെ നല്ല കിടക്കണേ. അപ്പം അമ്മയ്ക്ക് പ്രോപ്പർ ഉറങ്ങാത്തത് കൊണ്ട് അമ്മയ്ക്ക് ഒരു ഇച്ചിരി ബുദ്ധിമുട്ടും ഒരു ക്ഷീണവും അങ്ങനെയൊക്കെ. അപ്പോൾ ഞാൻ 2 പിള്ളേർക്ക് ഭക്ഷണമൊക്കെ കൊടുത്ത് അതുങ്ങളൊക്കെ ബ്രഷൊക്കെ ചെയ്ത് എല്ലാം സെറ്റിലാക്കിയിട്ടാണ് ഞാൻ വന്നത്. അപ്പോൾ 9 മണിക്ക് മുന്നേ വന്ന് ഇവിടെ പണി തുടങ്ങി. ഞാൻ വന്നപ്പോൾ 10:30 കഴിഞ്ഞു. മെയിനായിട്ട് ഈ ഒരു റീസൺ കാരണമാണ്. അവരൊന്ന് സെറ്റാക്കി ഫുഡൊക്കെ കൊടുത്തിട്ട് വരണമല്ലോ. അപ്പോൾ എന്നിട്ട് ഇവിടെ ചെറുദോഷം കഴിച്ചിട്ടില്ല, അവിടെ വെച്ചാൽ അവിടെ ഇരിപ്പുണ്ട്. അപ്പോൾ എന്തായാലും കിരൺ വന്നിട്ടുണ്ടെന്ന്. കിരൺ വന്നിട്ട് ഇപ്പോൾ പുറത്തേക്ക് പോയി സെക്കൻഡ് കോട്ട് ഓഫ് പെയിൻറ്റ് അടിക്കാൻ കാണിച്ചു തരാം. ഫസ്റ്റ് കോട്ട് പെയിൻറ്റിങ് അടിച്ചു. സെക്കൻഡ് കോട്ട് പെയിൻറ്റ് അടിക്കാൻ വേണ്ടി പെയിൻറ്റ് വാങ്ങിക്കാൻ വേണ്ടി പോയേക്കാണ്. ഇതിന് മുന്നേ എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത് ഞാൻ വീഡിയോ ആയിട്ട് ആഡ് ചെയ്യാം. ബിക്കോസ് അത് കിരണാണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ കിരണിൻ്റെ അടുത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എല്ലാം എടുത്തോളണം എന്നിങ്ങനെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കിരൺ അതെല്ലാം എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ചെയ്തതെന്നുള്ളത്. പുള്ളിക്കാരൻ അവിടെ ആ പണി ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ നമ്മുടെ ഈ കോർണർ ടേബിൾ അല്ലെങ്കിൽ ചെസ്റ്റ് ഡ്രോ വാട്ട് എവർ ഇറ്റ് ഈസ് അതിൻ്റെ സ്ക്രീപ്പിങ്ങിലേക്ക് കടന്നിട്ടുണ്ടായിരുന്നു. ബിക്കോസ് എൻ്റെ പെയിൻറ്റ് ഭയങ്കര അലമ്പായിരുന്നു. അതായത് പഴയ ഒരു സാധനമാണല്ലോ. അപ്പോൾ അത് ഞാൻ സ്ക്രീപ്പിംഗ് കാണുമ്പോൾ അത്ര ഈസി ആയിട്ട് തോന്നും. പക്ഷേ ഈ പരിപാടി അത്ര ഈസി അല്ല എന്നുള്ളതാണ് അതിനേക്കാൾ സത്യം. തിന്നർ വെച്ചിട്ടാണ് ചെയ്തത് കേട്ടോ. ഇപ്പോൾ നമ്മുടെ പണി ഏകദേശം കഴിഞ്ഞിട്ടോ. നമ്മളങ്ങനെ ഈ റൂം സ്റ്റുഡിയോ ഫുള്ളും ഒന്നും ഈ പെയിൻറ്റ് അടിച്ചിട്ടില്ല. ഞാൻ മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ഈ വോളാണ് നമ്മൾ പെയിൻറ്റ് ചെയ്തേക്കുന്നത്. അങ്ങോട്ടൊന്നും അടിച്ചിട്ടില്ല, ബിക്കോസ് അവിടെ അടിപൊളി സെറ്റപ്പ് ആയിട്ടിരിക്കുകയാണ്. പിന്നെ ഈ പെയിൻറ്റിന് നല്ല റേറ്റും ഉണ്ട്. 1 ലിറ്ററിന് 800 രൂപയുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ 2 ബോട്ടിൽ മീൻസ് 2 ക്യാൻ വാങ്ങിയിട്ടാണ് അത് അടിച്ചത്. പിന്നെ ഈ വോൾ എനിക്ക് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം, ബിക്കോസ് എനിക്ക് അല്ലാണ്ട് യൂസ് ചെയ്യാൻ വേണ്ടിയുള്ളതാണ്. പിന്നെ വേറെ ഒന്നും നമ്മൾ യൂസ് ചെയ്യുന്നില്ല. അവിടെ നമ്മൾ ഇത്രയും മാത്രം ചേഞ്ച് ചെയ്തിട്ടുള്ളൂ. ബിക്കോസ് എനിക്ക് ഈ ഒരു സ്റ്റുഡിയോയിൽ അങ്ങനെ അധികം ഇൻവെസ്റ്റ് ചെയ്യാൻ താല്പര്യമില്ല. ബിക്കോസ് നമ്മൾ എന്താ പറയുക, റെൻറ്റിലാണ്, അങ്ങനെ കുറേ റീസൺസ് ഉണ്ട്. പിന്നെ ബാക്കി എല്ലാ വാൾസും നല്ല ഗുഡ് കണ്ടീഷനാണ്. ഈ ഒരു വാൾ മാത്രമാണ് നമ്മൾ അന്നും മേക്ക് ഓവർ ചെയ്തത്. സോ അത് മാത്രം നമ്മൾ ചെയ്തത്. നമ്മൾ സ്റ്റുഡിയോ ഫുൾ റിനോവേറ്റ് ചെയ്യുന്നില്ല. പിന്നെന്താ, എൻ്റെ ഫ്രണ്ടിനെ ചോദിച്ചു ഏതെങ്കിലും എന്താ പറയുക ഇൻറ്റീരിയർ ഡിസൈനേഴ്സായിട്ട് കൊളാബ് ചെയ്തുകൂടെ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെയും ആവശ്യമില്ല, ബിക്കോസ് നമ്മളിവിടെ എത്ര നാളെ ഉണ്ടാകും എന്ന് എനിക്കറിയത്തില്ല. സോ ആ ഒരു സംഭവം ഉള്ളതുകൊണ്ടും നമ്മൾ ഈ ഫോറെവർ ഈ സ്റ്റുഡിയോയിൽ നമ്മൾ നിൽക്കുമെന്ന് ഒരു ഉറപ്പില്ലാത്തതുകൊണ്ടും ആണ് നമ്മൾ DIY ആയിട്ട് സസ്തായിട്ട് ചെയ്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയാണ് ചെയ്തേക്കുന്നത്. ഞാൻ വിസിബിൾ ആയിട്ടിരിക്കുന്ന ഇത്രയും ഏരിയയാണ് നമ്മൾ ഈ സംഭവം ഇട്ടേക്കുന്നത്. വേറെ എങ്ങോട്ടും ഇടുന്നില്ല. ഓൾറെഡി സ്റ്റാർട്ടഡ് മൈ നെക്സ്റ്റ് ജോബ്. ആ ചേട്ടൻ പെയിൻ്റൊക്കെ അടിച്ച് കഴിഞ്ഞിട്ട് പോയി. ഇനി നമുക്ക് ഈ സാധനം സ്ക്രേപ്പ് ചെയ്തുകൊണ്ടിരിക്കണം. ഇതിൻ്റെ പെയിൻറ്റ് ഞാൻ സ്ക്രേപ്പ് ചെയ്തു. ആൻഡ് ഞങ്ങൾ പോയിട്ട് ജസ്റ്റ് പെയിൻറ്റ് വാങ്ങിച്ചിട്ട് വന്നായിരുന്നു. അതേണ്ട, ഇത് ഏഷ്യൻ പെയിൻസിൻ്റെ സ്പെഷ്യൽ ടീക്ക് എന്ന് പറഞ്ഞിട്ടൊരു ഷെയ്ഡാണ്. നല്ല ഭംഗിയുണ്ട് കാണാൻ, ലൈറ്റ് കളറാണ്. ഞാൻ ആദ്യം ഒരു ടീൽ ബ്ലൂവോ അങ്ങനെ എന്തെങ്കിലും കൊടുക്കാന്നാണ് വിചാരിച്ചത്. പക്ഷേ ഇതിൻ്റെ കൂടെ ഭംഗി ഉണ്ടാവുക കുറച്ചും കൂടെ വുഡൻ ഷെയ്ഡാണെന്ന് ChatGPT എൻ്റെ അടുത്ത് പറഞ്ഞു. ChatGPT അടുത്ത് കുറേ ഓപ്ഷൻസ് എടുത്തു. അപ്പോൾ ChatGPT ഒരു വുഡൻ ടീക്ക് ഷെയ്ഡാണ് ഭംഗി എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, അപ്പോൾ പിന്നെ സേഫ് കളറാണല്ലോ നമ്മുടെ ഒരു ഫേർണിച്ചറിനൊക്കെ. അപ്പോൾ ഞാൻ അതുകൊണ്ട് അതാണ് അടിക്കുന്നത്. അപ്പോൾ ഞാൻ എന്തായാലും ഈ സ്ക്രേപ്പിംഗ് പരിപാടി നടത്തട്ടെ.
ഞാൻ ഈ ചെയ്യണ പെയിന്റിങ് കറക്റ്റ് ആണോ ഇല്ലെന്നൊന്നും എനിക്കറിയില്ല. ഇങ്ങനെയാണ് ചെയ്യുന്നത്. സെറ്റ് ആവുമെന്നാണ് എൻ്റെ പ്രതീക്ഷ. ബിക്കോസ് എനിക്കങ്ങനെ ഇങ്ങനെ പെയിന്റ് ചെയ്ത് പരിചയമൊന്നുമില്ല. ബട്ട് സ്റ്റിൽ ഐ വോണ്ട് ടു ഗിവ് ഇറ്റ് എ ട്രൈ. അതാണ് ഞാൻ ഈ ചെയ്യണതിൻ്റെ മെയിൻ ഉദ്ദേശം തന്നെ. അങ്ങനെ നമ്മൾ പെയിന്റ് അടിച്ചു കഴിഞ്ഞു. ഇവിടുത്തെ പരിപാടി നമ്മൾ ഓൾറെഡി കഴിഞ്ഞു. ഇനി നമുക്ക് നിറച്ച് ക്ലീനിങ് ഉണ്ട്, പക്ഷേ സമയമില്ല. ഇതൊക്കെ നമുക്ക് ക്ലീൻ ചെയ്യാനുണ്ട്. മൊത്തം പൊടിയാണ് കേട്ടോ, ഇത് ഫുൾ പൊടിയാണ്, ഫുള്ള് പൊടിയായിട്ടിരിക്കുകയാണ്. ഫുൾ ചപ്പും ചോറും പൊടിയാണ്. ഇത് ഞാൻ ഇപ്പൊ ക്ലീൻ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് 3 മണിക്ക് തെറപ്പി ഉണ്ട്. എന്റെ തെറപ്പി സെഷൻ എടുത്തോണ്ടിരിക്കുകയാണ് ഞാനിപ്പോ. അപ്പൊ അതുകൊണ്ട് 3 o'clock തെറപ്പി ഉള്ളത് കൊണ്ട് ഇനി ഞാൻ ഇവിടെ നിന്നാൽ ശരിയാവില്ല. പിന്നെ ഓൾമോസ്റ്റ് എല്ലാവർക്കും ലഞ്ച് ടൈം ആയല്ലോ. അപ്പൊ ഫുഡ് കഴിക്കാനുള്ള സമയം. അപ്പൊ ഞാൻ ഇനി ഇവിടെ നിന്നിട്ട് കാര്യമില്ല. അപ്പൊ എനിക്ക് 2 o'clock കഴിഞ്ഞ ശ്രദ്ധിക്കാൻ വേഗം തന്നെ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒന്നായി. ഫുള്ള് പൊടിയാണ്. ഞാൻ ഡ്രസ്സൊക്കെ ഒന്ന് ചേഞ്ച് ചെയ്ത് എന്നിട്ടാണ് സെറ്റ് ചെയ്ത് സാധനങ്ങളൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് ഭക്ഷണം കഴിച്ച് 3 o'clock എനിക്ക് അപ്പോയിൻമെന്റ് ഉണ്ട്. എനിക്കൂടെ അത് കഴിഞ്ഞിട്ടായിരിക്കും ഞാൻ മോസ്റ്റ്ലി വന്നതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. എനിക്കൂടെ അപ്പോഴത്തേക്കും ഈ ടേബിള് ഉണങ്ങും എന്നാണ് എൻ്റെ വിശ്വാസം. ഞാൻ 2 കോട്ട് അടിച്ചായിരുന്നു. അപ്പോൾ 2 മീൻസ് അപ്പോഴത്തേക്കും ടേബിൾ ഉണങ്ങും. ടേബിൾ അപ്പോൾ നമുക്ക് സെറ്റ് ചെയ്യാം, അസംബിൾ ചെയ്യാം, പിന്നെ നമുക്ക് പ്ലാന്റ്സ് വെക്കാം. ഇതൊക്കെ പിന്നെ തുടച്ച് ക്ലീൻ ചെയ്യണോ വെച്ചാൽ അത്രയും പൊടിയും മഴുക്കുണ്ട്. അപ്പോൾ ഇതൊക്കെ വന്ന് ക്ലീൻ ചെയ്യണം നമ്മളുടെ അത്യാവശ്യം. അപ്പം ഞാൻ പണിയാൻ വേണ്ടി പോവാണ്. വേഗം വീട്ടിലിട്ട് പോവാണെങ്കിൽ നമുക്ക് പിന്നെ കാണാം. ഓക്കെ, ബൈ. ഹലോ എവരിബഡി, വെൽക്കം ബാക്ക് ആഫ്റ്റർ 2 days ആണ്. യെസ്, ഇന്നലെ ഞാൻ വന്നില്ല. ഇന്നലെ എനിക്ക് ഭയങ്കര അതിയായ കഴുത്ത് വേദനയായിരുന്നു. കഴുത്ത് വേദന എന്ന് വെച്ചാൽ നമ്മൾ മറ്റേ ടേബിള് സ്ക്രീപ്പ് ചെയ്യുകയും പെയിൻറ്റ് ചെയ്യുകയും ഒക്കെ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കും ഇതൊന്നും നമുക്ക് അങ്ങനെ ഭയങ്കര ശീലമില്ലാത്ത പരിപാടി ആയതുകൊണ്ട് എനിക്ക് ഭയങ്കര കഴുത്ത് വേദനയായിരുന്നു. പിന്നെ ഞാൻ വൈകുന്നേരം വന്നിട്ട് ഫുള്ള് സ്റ്റുഡിയോ അടിച്ചു വാരി ക്ലീൻ ചെയ്ത് സെറ്റപ്പ് ആക്കിയിട്ടുണ്ട്. ബിക്കോസ് നമുക്ക് വർക്ക് ചെയ്യണമെന്നല്ല. അപ്പോൾ അതുകൊണ്ട് കുറച്ചധികം പണി കിട്ടിയായിരുന്നു. ഭയങ്കര കഴുത്തന്നെ. ഇപ്പോഴും ഫുള്ള് കംപ്ലീറ്റ്ലി കഴുത്തന്നെ പോയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇന്ന് ഞാൻ ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. നമ്മൾ ഇവിടെയൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം ഷൂട്ട് ചെയ്യാൻ വേണ്ടി വന്നു. ഞാൻ ഇപ്പോൾ ഒരു സെറ്റപ്പ് ഏകദേശം കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഏകദേശം ധാരണ കിട്ടുന്നുണ്ടെന്ന്. ഇവിടെ എൻ്റെ ലൈറ്റും ക്യാമറയും ഒക്കെ വെച്ചിട്ടുണ്ട്. ആൻഡ് ദിസ് ഇസ് ദ സെറ്റപ്പ്. ഈ സെറ്റപ്പ് ഇപ്പം ഞാൻ ഇരുന്നോണ്ട് ചെയ്യണതുകൊണ്ടാണ് ഇങ്ങനെ ലൈറ്റും ഐ മീൻ എന്താ ഈ ലാമ്പ് ടേബിളൊക്കെ ഇങ്ങനെ അടുപ്പിച്ചിട്ടേക്കണത്. അല്ലെങ്കിൽ ഈ സ്വിച്ച് ബോർഡ് കവർ ചെയ്യണ മാതിരിയാണ് ഞാൻ വെക്കുന്നത്. ഞാൻ കാണിച്ചിട്ട് ഇതാണ് ഇപ്പം നമ്മളുടെ തൽക്കാലമായിട്ടുള്ള സെറ്റപ്പ്. ഐ തിങ്ക് ഇറ്റ് ഇസ് ഗുഡ്. ബട്ട് ഒരേ ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, എനിക്ക് ഈ ടേബിള് എനിക്ക് പെയിന്റ് ചെയ്തത് എന്തോ എനിക്ക് ഇഷ്ടപ്പെട്ടില്ലെന്നേ. എനിക്കറിയാൻ പാടില്ല. എല്ലാവരോടും ചോദിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു നല്ല ഭംഗിയുണ്ട് കാണാന്ന് പറഞ്ഞു. പക്ഷെ എനിക്ക് എന്തോ അങ്ങോട്ട് ഇഷ്ടപ്പെടാനില്ല. ഞാൻ നിങ്ങൾ വ്ളോഗ് തുടങ്ങിയപ്പോൾ ഓർമ്മ ഉണ്ടാവും. ഫ്രം ദ ബിഗിനിങ് എനിക്ക് ആ ചെസ് ഡ്രോവർ ഒരു അക്വാ ബ്ലൂ, ടർക്വൈസ് ബ്ലൂ കൈൻഡ് ഓഫ് ഒരു കളറാണ് കൊണ്ടുവരാൻ വേണ്ടി ഇഷ്ടമുണ്ടായിരുന്നത്. പക്ഷെ നമ്മളിങ്ങനെ 100 അഭിപ്രായങ്ങൾ എടുത്തു കഴിയുമ്പോഴത്തേക്കും നമ്മുടെ അല്ല അതായിരിക്കും നല്ലത്, ഇതായിരിക്കും നല്ലത്, മറ്റേതൊന്നും അങ്ങനെ ഉണ്ടാവും. ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട് കേട്ടോ. ഇതിപ്പോൾ എൻ്റെ വർക്ക് സ്പേസ് ആണ്. എനിക്കൊരു വിഷൻ ഉണ്ടാവും. നമ്മുടെ തലയിൽ കുറേ ഐഡിയാസ് വരും. അതാണ് ഫോളോ ചെയ്യേണ്ടത്. അല്ലാണ്ട് നമ്മുടെ വർക്കായിട്ട് യാതൊരു ബന്ധവും ഇല്ലാണ്ട് ജസ്റ്റ് കാണുമ്പോൾ കൊള്ളാം എന്നുള്ള രീതിയിലെടുത്ത് ആരോടത്തും ചോദിക്കരുതെന്ന് എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ഇങ്ങനെ പലയിടത്തും ചോദിച്ചപ്പോഴത്തേക്കും ഈ കളർ കൊള്ളാം, ഈ കളർ കൊള്ളാം. പക്ഷെ ഐ വുഡ് പ്രിഫർ ഐ വുഡ് റാദർ പ്രിഫർ എന്തിട്ടാണ് ഈ ഒരു ടർക്വൈസ് അല്ലെങ്കിൽ ഒരു മിന്റ് ഗ്രീൻ കളറോ ടർക്വൈസ് ബ്ലൂ കളറോ അല്ലെങ്കിൽ ഓഫ് വൈറ്റോ മതിയായിരുന്നു എന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ ഇപ്പൊ തോന്നുന്നുണ്ട് കേട്ടോ. ഇതൊരു ഭയങ്കര പഴഞ്ചൻ ഫീൽ ഒരു വൈബാണ് എനിക്ക് കിട്ടുന്നത്. ഐ ഡോണ്ട് നോ, ചിലപ്പോൾ നമ്മൾ ഔട്ട്ഫിറ്റ് വീഡിയോ എടുക്കുമ്പോഴത്തേക്ക് ഇത് ഭംഗി ഉണ്ടാവുന്നതാണോ. പക്ഷെ ഞാൻ ഇപ്പൊ നാളെ നാട്ടിൽ പോകുന്നതുകൊണ്ട് ഞാൻ ഔട്ട്ഫിറ്റ് വീഡിയോ ഒന്നും ഇപ്പൊ എടുത്ത് നോക്കണില്ല കേട്ടോ. ആൻഡ് ഓൾസോ എനിക്ക് കേർട്ടൻസ് മാറ്റിയാൽ കൊള്ളുന്നുണ്ട്. ഇങ്ങനെ താഴെ വരെ മുട്ടുന്ന കേർട്ടൻ, അത് ഡോർ കേർട്ടൻ വാങ്ങിച്ചിട്ട് ഇട്ടാലോ എനിക്കൊരു പ്ലാൻ ഉണ്ട്. ബാക്കി എവറിത്തിങ് ഐ എം സോ ഹാപ്പി. ഈ ഒരു ഏരിയ ഐ എം സോ ഹാപ്പി. നന്നായിട്ട് തന്നെ ഇരിപ്പുണ്ട്. ഞാൻ ട്യൂബ് ലൈറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, അപ്പൊ അത് എനിക്ക് ആ ഏരിയ നമ്മുടെ മുന്നത്തേന്ന് വെച്ച് നോക്കുമ്പോൾ അത് ഭയങ്കര സന്തോഷമായി. ഇതിന് മേലെ ആക്ച്വലി ഇങ്ങനെ 2 ഫിക്സ് ചെയ്യുന്ന ലൈറ്റ്സ് വെച്ചാലോ എന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതായത് ഇവിടെ ഒരു ലാമ്പ്, ഇവിടെ ഒരു ലാമ്പ്, വാൾ ലാമ്പ് പോലെ. അപ്പൊ അതിങ്ങനെ ഇതിലേക്ക് പ്രൊജക്ട് ചെയ്യുമ്പോൾ ഇങ്ങനെ ലൈറ്റ് വരുന്ന പോലെ. ഞാൻ ആമസോണിൽ നോക്കിയിട്ട് കണ്ടില്ല. ഓ മൈ ഗോഡ്, പേര് വീടനെ ആമസോണിൽ നോക്കി കണ്ടില്ല. നാട്ടിൽ വല്ലതും ലൈറ്റിന്റെ ഷോപ്പിൽ വല്ലതും പോകുമ്പോഴത്തേക്കും എനിക്ക് നോക്കണം. എനിക്ക് അറിയത്തില്ല. എനിക്ക് അതും കൂടി വന്നു കഴിയുമ്പോഴാണ് എനിക്ക് ഒരു കംപ്ലീറ്റ് ഫിനിഷ്ഡ് ഫീലിംഗ് കിട്ടണമെന്ന് എനിക്ക് തോന്നുന്നു. നാളെ നാട്ടിൽ പോണത് കൊണ്ടാണ് ഞാനിപ്പോ തൽക്കാലം എന്റെ വർക്ക് ഇവിടെ വെച്ച് അവസാനിച്ചേക്കണത്. എന്റെ മനസ്സിൽ പോയി വന്നതിന് ശേഷം ഈ ഡ്രോയിന്റെ ഈ കോർണർ ടേബിൾ വോട്ടെവർ അതിന്റെ പേര്, അതിന്റെ കളർ മാറ്റണം എന്നാണ് എന്റെ ആഗ്രഹം. ബിക്കോസ് തിന്നറും എന്റെ വേറെ ഷെയ്ഡ്സ് ഒക്കെ ഇവിടെ തന്നെ എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ മിക്കവാറും എന്റെ ഒരു സ്വഭാവം വെച്ചിട്ട് ഞാൻ വന്നിട്ട് അത് വരയ്ക്കാനുള്ള ചാൻസ് ഭയങ്കര കൂടുതലാണ്. നിങ്ങൾക്ക് ഇഷ്ടമായോ ഇല്ലെന്നുള്ളത് ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യാട്ടോ. ബിക്കോസ് എനിക്ക് എന്താ തൃപ്തിയായില്ല. ബിക്കോസ് എന്റെ മനസ്സിൽ ആദ്യം മുതൽ ഉണ്ടായിരുന്നത് ആ ഒരു ടർക്വൈസ് ബ്ലൂ, അക്വാ ബ്ലൂ കളറായിരുന്നു. ബട്ട് എന്തിനാണ് ഞാനിങ്ങനെ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ
ഞാൻ അല്ലെങ്കിൽ കുറെ കൊള്ളാം കിരൺ പറഞ്ഞു, കിരൺ നന്നായിട്ടുണ്ടാവും, അതല്ല അതിന്റെ ഭംഗി, ഈ ഒരു വാളിൽ ആ ഒരു വുഡൻ കളർ വരുമ്പോഴേക്കും ഭംഗി. ബിക്കോസ് നോട്ട് കിരൺ മാത്രമല്ല, ഐ ചെക്ക് വിത്ത് ChatGPT ഓൾസോ. ChatGPT എനിക്ക് തന്ന സജഷൻ വന്നിട്ട് ഈ ഒരു ഷെയ്ഡായിരുന്നു. അതായത് ഈ ഒരു വാള്, ഈ ഒരു പാറ്റേണിന് ഡിസൈൻസ് വരുന്നത് ഭംഗി എപ്പോഴും ഇങ്ങനത്തെ ഈ ഒരു വുഡൻ കളർ തന്നെയാണ്. പക്ഷേ ഞാൻ ഒത്തിരി റെഫറൻസ് എടുത്തിട്ടുണ്ടായിരുന്നു. ആ റെഫറൻസിലും ഈവൻ വേറെ നമ്മൾ ഈ ഫോറിൻ ക്രിയേറ്റേഴ്സിന്റെ അതിൻ്റെ അതൊക്കെ നോക്കുമ്പോൾ എല്ലാവരും ഇങ്ങനത്തെ ഒരു വുഡൻ ഫിനിഷ് ഉള്ള സാധനമാണ് വെച്ചേക്കുന്നത്. ദാറ്റ്സ് വൈ ഐ വെന്റ് ഫോർ ഇറ്റ്. ബട്ട് ഐ എം നോട്ട് ദാറ്റ് ഹാപ്പി. ഐ മൈറ്റ് ചേഞ്ച് വന്നിട്ട് എന്റെ സമയം പോലേക്ക് മാറ്റണം എന്നാണ് ആഗ്രഹം. എനിക്ക് തൃപ്തിയിലാണല്ല. നിങ്ങൾക്ക് ഇഷ്ടമായില്ല എന്നുള്ളത് പറയട്ടെ, അത് എങ്ങനെയാണ് സംഭവിക്കുന്നത്, ഇഷ്ടമായില്ല എന്നുള്ളത് പറയാം. ആസ് ഓഫ് നൗ ഐ എം സോ ഹാപ്പി. ഒരു ബീഡിങ് പാനലൊക്കെ സത്യം പറഞ്ഞാൽ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പൊ മനസ്സിലായില്ല. ഇപ്പൊ നമ്മൾ അങ്ങനെ ഭയങ്കര വലിയ DIY ഒന്നും ചെയ്യാത്ത ആൾക്കാരായിട്ട് പോലും വി കുഡ് ഡു ഇറ്റ്. ഓക്കെ, സോ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റും. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ട്രൈ നോക്ക്. എനിക്ക് മൊത്തത്തിൽ സംഭവം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്, എക്സെപ്റ്റ് ആ ഒരു ടേബിളിന്റെ കളറ്. അതെനിക്കറിയില്ല മാറ്റണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ പറ. നിങ്ങളുടെ സജഷൻ കണ്ടിട്ടായിരിക്കും ഞാൻ മാറ്റാൻ പോണത്. എനിവേസ് നാളെ ഞാൻ നാട്ടിൽ പോവാണ്. അപ്പൊ അതുകൊണ്ട് സാറ്റർഡേ നാട്ടിൽ പോണത് കൊണ്ട് 2 weeks കഴിഞ്ഞിട്ട് ഞാൻ തിരിച്ചു വരത്തുള്ളൂ. അപ്പൊ 2 ആഴ്ച കഴിഞ്ഞിട്ട് വന്നു കഴിയുമ്പോൾ എനിക്കിത് മാറ്റാൻ പറ്റത്തുള്ളൂ. അത് വേറെ കഥ. അതുവരേക്കും നമ്മളുടെ ഓൾറെഡി റെക്കോർഡ് ആയിട്ടുള്ള വീഡിയോസും പിന്നെ നാട്ടിൽ പോകുമ്പോഴത്തേക്കുള്ള വീഡിയോസ് ഒക്കെ ഉണ്ടാവുന്നത്. സോ നമ്മൾ 2 ആഴ്ച കഴിഞ്ഞ് പോയി വന്നിട്ട് നിങ്ങളുടെ കോമന്റ് സെക്ഷൻ പോലെ ഞാൻ എന്താ ചെയ്യും. ചിലപ്പോൾ ഞാൻ മാറ്റും. കമന്റിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ എനിക്ക് മാറ്റം എന്നാണ് ഫീൽ ചെയ്യുന്നത്. ആൻഡ് നിങ്ങൾക്ക് കൊള്ളാമെന്ന് തോന്നി കഴിഞ്ഞാൽ ബിക്കോസ് ആഫ്റ്റർ നിങ്ങളാണ് കാണേണ്ടത്. അപ്പൊ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെന്ന് അറിയില്ല, അത് പറയൂ. ഓൾസോ അല്ലെങ്കിൽ ഞാനൊരു ഔട്ട്ഫിറ്റിന്റെ വീഡിയോ റെക്കോർഡ് ചെയ്ത് നോക്കിയതിന് ശേഷം അതിന്റെ ലുക്ക് എങ്ങനെയുണ്ടെന്ന് പോസ്റ്റ് ചെയ്തിട്ട് മാറ്റിയാൽ മതിയോ? എന്തായാലും ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ ഇടാം. നിങ്ങൾ ജസ്റ്റ് ചെക്ക് ചെയ്തിട്ട് പറയും കേട്ടോ. അപ്പൊ ഇതാണ് നമ്മളുടെ സ്റ്റുഡിയോ ഷൂട്ടിംഗ് കോർണർ റെനോവേഷന്റെ വീഡിയോ. അപ്പോൾ കിരണിന് സ്പെഷ്യൽ അപ്ലോസ് നമ്മൾ പറഞ്ഞേ പറ്റുള്ളൂ ഫോർ ബീയിങ് മൈ പില്ലർ ഓഫ് ദ സപ്പോർട്ട് ആൻഡ് എവറിത്തിങ്. ത്രൂ ഔട്ട് കൂടെ ഉണ്ടായിരുന്നു. വർക്ക് ഫ്രം ഹോം ഒക്കെ എടുത്ത് സെറ്റായിട്ട് നമ്മൾ എൻ്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. എല്ലാ കാര്യത്തിനും 100 ഓട്ടം ഓടാൻ കിരൺ ബാധ്യസ്ഥനാണെന്ന് തോന്നുന്നു. അതൊക്കെ ചെയ്യാൻ വേണ്ടി സ്പെഷ്യൽ താങ്ക്സ് എന്ന് പറയേണ്ട ആവശ്യമില്ലെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ എന്തായാലും കിരണിന്റെ കൂടി സപ്പോർട്ടും കൂടി ഉണ്ടായിരുന്നത് കൊണ്ട് എവറിത്തിങ് വാസ് മച്ച് ഈസിയർ ദാൻ ആക്ച്വലി ഞാൻ വിചാരിച്ചതിനേക്കാളും ഈസി ആയിരുന്നു. അപ്പൊ അത്രേ ഉള്ളൂ. അപ്പോൾ ഇതാണ് നമ്മുടെ സ്റ്റുഡിയോ മേക്ക് ഓവർ വീഡിയോ. നിങ്ങൾക്ക് ഇഷ്ടമായില്ല നമ്മൾ കമന്റ് ബോക്സിൽ കമന്റ് ചെയ്ത് പറയാൻ വെരി എക്സൈറ്റഡ്. അപ്പോൾ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യാൻ, ഷെയർ ചെയ്യാൻ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുകൊണ്ട്. അപ്പോൾ സീ നെക്സ്റ്റ് വീഡിയോ. മോസ്റ്റ് പ്രോബബ്ലി നമ്മളുടെ അടുത്ത വീഡിയോ നമ്മൾ നാട്ടിലേക്ക് പോകുന്നതോ അല്ലെങ്കിൽ നാട്ടിലെത്തിയിട്ടുള്ള വീഡിയോസ് ആയിരിക്കും. അപ്പോൾ സ്റ്റേ ട്യൂൺഡ്. അപ്പോൾ നമുക്ക് ഇനി നാട്ടിൽ വെച്ച് കാണാം. ബൈ.